ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ചായ പലഹാരമാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു എഗ് യോക്ക് മാറ്റി വെക്കാം. അപ്പൊ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഈ എഗ് യോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിന് കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 1 ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കണേ, എന്നാൽ മാത്രമേ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പൊ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ കുഴക്കുമ്പം കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ അത്രക്ക് കട്ടിയാക്കണ്ട, കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കയ്യിലും കൂടി കുറച്ച് ഓയിലാക്കി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ബോളാക്കിയിട്ട് എടുക്കണം. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയത്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒട്ടുന്ന പരുവായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത്. ഓയിലാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കയ്യിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ റോൾ ആക്കിയിട്ട് നമുക്ക് പാത്രത്തിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് മൊത്തം ഞാൻ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇതിങ്ങനെ റൗണ്ടിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സൈസിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഒരു ചപ്പാത്തി മാവിന്റെ വലുപ്പത്തിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ മൊത്തം മാവും ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് ഇല്ലേ, അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാ മാവിന്റെ മുകളിലും നമ്മൾ എഗ് യോക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ മൊത്തം നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം. വൈറ്റ് എള്ള് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ കുറച്ചും കൂടി നല്ലതാണ്. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റീമറിൽ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാം. അതിനുശേഷം നമുക്ക് ഈ ടിന്ന് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബന്നെല്ലാം നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇത് കളർ ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു കളറിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, കാരണം നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നതല്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ചൊന്ന് കളറാക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുക്കാം. ബന്നെല്ലാം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം. മുകളിലത്തെ ഭാഗം അടിയിൽ വരുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കേണ്ടത്. കുറച്ച് സമയം ചെറിയ തീയിൽ കുക്ക് ചെയ്താൽ തന്നെ ഇതുപോലെ നല്ലൊരു കളറായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോ ഇത് നിങ്ങൾ ഓവനിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് മൊത്തം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും വെച്ചു കൊടുക്കാം. ചിക്കനോ ബീഫോ മുട്ടയോ ഏതായാലും എടുക്കാം. ഞാനിപ്പോ മുട്ടന്റെ മസാലയാണ് റെഡിയാക്കിയത്. നമ്മൾ പപ്സിനെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതേപോലത്തെ മസാല റെഡിയാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നത്. ഏത് മസാല ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത്. അധികം ഓയിലൊന്നും കുക്ക് ചെയ്യാത്ത പലഹാരം വേണമെന്നുള്ളവർക്കൊക്കെ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചായക്കടിയായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.